ഇന്ന് കന്നിമാസത്തിലെ ആയില്യം. നമ്മൾ വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ ആയില്യം തൊഴാൻ എത്തിയിരിക്കുകയാണ്. കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട്ട് ഉത്സവം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ പുനലൂർ കായംകുളം പാതയിലെ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വെട്ടിക്കോട്. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രം ഇതാണെന്നാണ് വിശ്വാസം. നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ആദിനാരായണൻ ശയിക്കുന്നത് അനന്തൻ്റെ പുറത്താണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരുടെ ചൈതന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അനന്തശേഷൻ്റെ പ്രതിഷ്ഠ. പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിലവറയും തേവാരപ്പുരയും പ്രധാന ആരാധനാ കേന്ദ്രങ്ങളാണ്. നാഗരാജാവിന് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നതാണ് വിശ്വാസം. ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജ നടത്താൻ ചുമതലയും ഏർപ്പെടുത്തി. വെട്ടിക്കോട്ട് ആയില്യം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ്. സസ്യങ്ങളും വൃക്ഷങ്ങളും നിറഞ്ഞ 6 ഏക്കർ സ്ഥലമാണ് ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയം. ഇവിടുത്തെ സർപ്പക്കാവിൽ നാഗരാജാവും നാഗയമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അതിനാൽ വെട്ടിക്കോട് എന്ന് പേര് വന്നു എന്നുമാണ് ഐതിഹ്യം. ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതുകൊണ്ട് ആദിമൂലം എന്നും പേരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ശയനവും വിഷ്ണു സർപ്പവും ആയതിനാൽ അനന്തൻ ആദ്യന്തമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി താന്ത്രികർ വിശ്വസിക്കപ്പെടുന്നു. ആരാധനകളിലും പൂജകളിലും ഒക്കെ തികച്ചും വ്യത്യസ്തത പുലർത്തുന്നതാണ് നാഗരാജ ക്ഷേത്രങ്ങൾ. നാഗാരാധനയ്ക്ക് തുടക്കമിട്ടതും വെട്ടിക്കോട് ക്ഷേത്രമാണ്. കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച 8 പുത്രന്മാരായ നാഗരാജാക്കന്മാരിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമാണ് അനന്തൻ. നാഗങ്ങളുടെ രാജാവാണ് അനന്തൻ. അനന്തനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം നാഗപ്രതിമകളും ശില്പങ്ങളുമുണ്ട്. നാഗലിംഗ പൂക്കളാണ് പൂജയ്ക്ക് എടുക്കുന്നത്. ഇടവമാസത്തിലെ ആയില്യം മുതൽ കന്നിമാസത്തിലെ ആയില്യം വരെ സർപ്പങ്ങൾക്ക് പുറ്റടവ് കാലമായതിനാൽ ഈ കാലയളവിൽ സർപ്പബലി നടത്താറില്ല. ഇവിടെയാണ് നിലവറയും തേവാരപ്പുരയും ഉള്ളത്. സർപ്പബലി, അഷ്ടനാഗപൂജ, പാൽപായസ ഹോമം, 100 പാലം ഇവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. സർപ്പബലി കന്നിമാസത്തിലെ ആയില്യം മുതൽ ഇടവമാസത്തിലെ ആയില്യം വരെയാണ് നടത്തുന്നത്. ഇതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും വേണം. മറ്റ് ക്ഷേത്രങ്ങളെ പോലെ ദീപാരാധനയും അത്താഴപൂജയും എപ്പോഴും നടത്താറില്ല. പ്രഭാതത്തിൽ അഭിഷേകവും ഉഷപൂജ, ഉച്ചപൂജ എന്നിവയാണ് പതിവ് ക്ഷേത്ര ചടങ്ങുകൾ. കന്നിമാസത്തിലെ പൂയം നാളിൽ ദീപാരാധനയും ഞായറാഴ്ചയും ആയില്യം നാളുകളിലും 100 പാലും നടത്താറുണ്ട്. പഞ്ചവാദ്യം, നാദസ്വരം, പുള്ളുവൻപാട്ട് എന്നിവയുടെയും വായ്ക്കുരവയുടെയും ഭക്തി നിർഭരമായ താലപ്പൊലിയുടെയും അകമ്പടിയിൽ നാഗയക്ഷി സമേതനായ അനന്തഭഗവാന്റെ എഴുന്നള്ളത്ത് ദർശിച്ചാൽ അടുത്ത 1 വർഷത്തേക്ക് സർപ്പഭയം ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. ആയില്യത്തിന് ഒരാഴ്ച മുന്നേ തന്നെ പ്രത്യേക പൂജകൾ ആരംഭിക്കുന്നു. കന്നിമാസത്തിലെ അതേ പൂജകൾ തന്നെ തുലാമാസത്തിലും ആവർത്തിക്കുന്നു. ഭൂമിയിൽ നമുക്കുണ്ടാവുന്ന വിളവുകളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.